കേരളത്തിൻ്റെ മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക സിനിമാ ലോകത്ത് അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് എമ്പുരാൻ സിനിമ. മോഹൻലാൽ അഭിനയിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയെ പലതരത്തിലുള്ള വിവാദങ്ങളും പലതരത്തിലുള്ള ഡിസ്കഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ആ സിനിമയുടെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള മെറിറ്റിലോ അല്ലെങ്കിൽ ഡീമെറിറ്റിലോ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷൻ. പ്രധാനമായിട്ടും ആ സിനിമ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് എങ്ങനെയാണ് ആ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്ത് ആ സിനിമയുടെ പ്രഭാവം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. അതിൽ ഈ ഡിസ്കഷനിൽ എൻ്റെ കൂടെ ചേരുന്നത് അഞ്ജന ജോർജാണ്. അഞ്ജന ജോർജ് ഒരു സിനിമാ സംവിധായികയാണ്, എഴുത്തുകാരിയാണ്, മീഡിയ പ്രവർത്തകനാണ്, അങ്ങനെ പലതരത്തിലുള്ള ബഹുമുഖ പ്രതിഭയാണ്. പിന്നെയുള്ളത് ദേവേന്ദ്രന് നാടകവും അല്ലെങ്കിൽ ഈ സാംസ്കാരിക മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവർക്ക് രണ്ടുപേർക്കും സ്വാഗതം. ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഈ സിനിമ കാണുന്നത്? ഞാൻ സിനിമ കണ്ടത് വ്യാഴാഴ്ചയാണ്. കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം, എന്ന് വെച്ചാൽ അന്ന് വരെ ഉണ്ടായിരുന്നുള്ളൂ കട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ വരെ ഞാൻ സോഷ്യൽ മീഡിയയിലെ ഒബ്സർവർ ആയിരുന്നു. അതിൽ പങ്കാളിയുമായിരുന്നിരിക്കാം. ബിക്കോസ് എനിത്തിങ് ദാറ്റ് വി ഹിയർ ആൻഡ് വി സീ ആക്ച്വലി ഇൻഫ്ലുവൻസസ് അസ്. അപ്പോൾ ഞാനൊരു ലൂസിഫർ സിനിമയുടെ എന്താ പറയുക സീക്വലിൻ്റെ ഒരു ആരാധികയോ ഒന്നുമല്ല. ലൂസിഫറെ ഞാൻ കണ്ട പടമാണ്. ആ പടത്തിൽ ഐ ഹാവ് വെരി മച്ച് ലൈക്ഡ് പൃഥ്വിരാജിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സും അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും എങ്ങനെ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന ആസ്പെക്റ്റിനെ ഞാൻ ഒരു ആസ്പയറിംഗ് ഫിൽം മേക്കർ എന്ന നിലയിൽ ആസ്വദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് അതിലൊരു ക്യാരക്ടർ പറയുന്നത് പോലെ ഒരു നല്ല മസാല പടങ്ങൾ കാണാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ കാണാറുണ്ട്, ഞാൻ എവിടെ കൈയടിക്കണം, എവിടെ കൂവും ആളുകൾ എന്നുള്ളത്, ആളുകളുടെ പൾസ് മനസ്സിലാക്കാൻ അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും രാഷ്ട്രീയത്തിൽ എന്നതിലൊരു ക്യാരക്ടർ പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായി ഉപയോഗിച്ച ഒരു മസാല പടമാണ് ലൂസിഫർ. മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ വളരെ കൃത്യമായി എങ്ങനെ പ്ലേസ് ചെയ്തു ഇപ്പോഴത്തെ ഒരു പുതിയ സിനിമാറ്റിക് വേൾഡിൽ. അതിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ തുടക്കം മുതൽ എമ്പുരാൻ്റെ ഒരു പബ്ലിസിറ്റി സ്പേസിൽ ഒരു കണ്ടൻറ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ അതിനെ നോക്കുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ശരിക്കും ഇതൊരു ലേണിംഗ് ലെസനാണ് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ കൃത്യമായി പ്ലേസ് ചെയ്ത് ഇനീഷ്യലി പൃഥ്വിരാജിന് പറയാനുള്ളത് മുഴുവൻ ഒരു ഡയറക്ടർ എന്ന നിലയിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡാണെങ്കിലും അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റോറി ലൈനെന്നും എന്തുകൊണ്ട് അതിന് അനോർമോഫിക് ലെൻസിലെടുത്തു എന്നും എന്തുകൊണ്ട് അതിനെ ഐമാക്സിലേക്ക് ഉപയോഗിച്ചു എന്നും ഐമാക്സിലേക്ക് അതിനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതും അങ്ങനെ വളരെ കൃത്യമായിട്ട് എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് വളരെ അഡ്വർടൈസിങ് മോഡിൽ ആർട്ട് ഓഫ് അറസ്റ്റിംഗ് ഹ്യൂമൻ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി അതിനെ അവിടെ പ്ലേസ് ചെയ്ത് സിനിമ റിലീസ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ വളരെ കൃത്യമായിട്ട് കേരളം മുഴുവൻ കറുപ്പണിഞ്ഞൊരു ദിവസമാണ്. ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ത് ബ്യൂട്ടിഫുള്ളിയാണ് നമ്മളിലേക്ക് അതിനെ കടന്നു വന്ന് നമ്മൾ പോലും അറിയാത്ത രീതിയിലേക്ക് വന്ന് മോസ്റ്റ് ഓഫ് ദ ഇൻഫ്ലുവൻസേഴ്സ് എമ്പുരാനോന് വേണ്ടി സംസാരിച്ച് അതിൻ്റെ ആ ഫസ്റ്റ് ഷോ യൂഷ്വലി നമ്മൾ നോക്കുമ്പം മലയാള സിനിമയിലൊരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തിട്ടുള്ള പടങ്ങൾ ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്കും പടങ്ങൾക്ക് ഉദ്ദേശിച്ച ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ലെവലിലേക്ക് എത്താത്തൊരു പടമാണെങ്കിൽ ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്കും അതിനൊരു വളരെ ബാഡായിട്ടുള്ള സോഷ്യൽ മീഡിയ റെസ്പോൺസസ് വരികയും അവരുടെ മൊത്തം എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് അതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സും ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തേക്ക് വിടും. അത് നമ്മൾ കണ്ട പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒടിയനാണെങ്കിലും ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും മലൈക്കോട്ട വാലിബനാണെങ്കിലും ഒക്കെ ഒരു സക്സസ് ബറോസിന് വരെ ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ സാധനത്തിനെ കൂടി വളരെ ബ്യൂട്ടിഫുള്ളി ഇവർ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ബഡി ഓൺ ദ ഫസ്റ്റ് ഡേ സെഡ് ദാറ്റ് ദ മൂവി ഈസ് ജസ്റ്റ് ആൻ ആവറേജ് ഫിലിം. ഇറ്റ് ഈസ് ആൻ ആവറേജ് ഫിലിം. റെഡിറ്റിലോ അല്ലാതെ മറ്റേത് റിവ്യൂസിലും നമ്മൾ കാണുമ്പോൾ നോബഡി ആക്ച്വലി സ്പോക്ക് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ മൂവി ഓർ വെദർ ഇറ്റ് ഹാസ് എ സബ്സ്റ്റൻസ് ഓർ വെദർ ഇത് ലൂസിഫറിൻ്റെ അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോറി ലൈനുള്ള ഒരു പടമാണ് എന്ന് ആരും പറയുന്നില്ല. അത് കൃത്യമായിട്ട് അവർ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചും അതിൻ്റെ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ അവർ കൃത്യമായി വർക്ക് ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന ഒരു 2 ഡേയ്സിനുള്ളിൽ ഈ കോൺട്രവേഴ്സി കൊണ്ടുവരികയും ആ കോൺട്രവേഴ്സി നമ്മളുടെ ഉള്ളിലെ ഇമോഷൻസിനെ ആ ഒരു കമ്മ്യൂണിറ്റികളെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത്
കമ്മ്യൂണിറ്റികളിലേക്ക് അതിനെ വളർത്താമെന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ മലയാളികളുടെ സോക്കോൾഡ് സോഷ്യൽ ബോധം, നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മൾ ഒട്ടും ജാതീയതയും നമ്മൾ ഒട്ടും വർഗീയതയും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണെന്നും നമ്മൾ വളരെ കൃത്യമായി എല്ലാവർക്കും വേണ്ടിയും സപ്പോർട്ട് ചെയ്യുന്നതാണെന്നും നീതിയും ന്യായവും കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ കൃത്യമായി പ്രവർത്തിക്കുമെന്നും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിക്കുമെന്നും ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും എന്ന് പറയുന്നിടത്ത് മേക്കേഴ്സ് തന്നെ വന്നിട്ട് പറഞ്ഞു വി ആർ വെരി സോറി, വി വുഡ് ലൈക്ക് ടു കട്ട് ഇറ്റ്. ആ പറയുന്നിടത്ത് മൊത്തം വികാരങ്ങളെയും ട്രിഗർ ചെയ്ത് ഈ പറഞ്ഞ എന്നെ പോലെയുള്ള ആൾക്കാർ കട്ടിന് മുന്നേ പോയി കണ്ടു. അതാണ് എനിക്ക് ഇനി ഞാനിതിനെ ഒന്ന് ദേവൻ്റെ അടുത്തേക്ക് വരാം. എങ്ങനെ കാണുന്നു ഇതിൻ്റെ ഒരു നെറേറ്റീവ് പ്രോസസ്സ്? ഇപ്പം അഞ്ജന പറയുന്നതിൽ നല്ലൊരു നെറേറ്റീവ് പ്രോസസ്സുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുക? ബേസിക്കലി എനിക്ക് തോന്നുന്നൊരു പെർഫോമൻസ് റിസർച്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഡിസ്കഷനെ എനിക്ക് സിനിമ മാത്രമല്ല, എമ്പുരാൻ അവിടെ നിൽക്കട്ടെ, എമ്പുരാൻ ഉണ്ടാക്കിയ ഒരു 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 ചലനമുണ്ട്. അത് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അധോസഭയും രണ്ട് സഭകളും ഗംഭീരമായി ചർച്ച ചെയ്ത ഇന്ത്യൻ പാർലമെൻറ്റിൽ വരെ സംസാരിക്കപ്പെട്ട ഒരു വിഷയം. ഒരു സിനിമ ഒരു പാർലമെൻറ്റിൽ വരെ സംസാരിക്കപ്പെടുന്നത് ഏത് ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടായിരിക്കും, എന്ത് കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പാർലമെൻറ്റിലെ നിയമ സംഭവങ്ങളെ സൃഷ്ടിക്കുന്ന നമ്മൾ പറയുന്ന രാജ്യസഭയും ലോകസഭയും ഇത്തരത്തിലുള്ളൊരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അവിടെ വരെ എത്തിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ആർട്ടിനെ കുറിച്ച് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സ്ട്രീംസായിട്ട് പറയാം, ആർട്ട് ഫിലിംസ് ആൻഡ് പോപ്പുലർ ഫിലിംസ്. ഇപ്പോൾ ഈ ആർട്ട് ഫിലിംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ അധികം കാണാത്ത, ഇല്ലെങ്കിൽ നമ്മൾ ഫെസ്റ്റിവലുകളിൽ മാത്രം കാണുന്ന ഫെസ്റ്റിവൽ മൂവീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യൻ്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കുന്ന ആ തരത്തിൽ നമ്മൾ ഈ അരിസ്റ്റോട്ടിലൊക്കെ പറയുന്നത് പോലെ ഒരു കഥാർസിസിനെ ഉണ്ടാക്കുന്ന തരത്തിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കാവുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ, ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നൊരു സാഹചര്യം ഒന്ന് അങ്ങനെ നിൽക്കുമ്പോൾ, മറ്റൊന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി എന്ന രീതിയിൽ എക്കണോമി ഏറ്റവും ഒരു കമ്മോഡിറ്റിയാണ്. അത് വിൽപ്പന ചരക്ക് തന്നെയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. സിനിമ നമ്മളിപ്പം പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ഒരു പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കൂടി നമ്മളെപ്പോഴും ആർട്ട് പഠിപ്പിക്കുക ഇല്ലെങ്കിൽ ആർട്ട് പഠിപ്പിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെയുള്ളൊരു ഡിസ്കഷൻ വേറെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ആർട്ട് ഇല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന സംഭവം പഠിപ്പിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്തോ ഇപ്പം നമ്മൾ മാറി ചിന്തിക്കുന്നതോ പറയുന്നതോ ആണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രാക്ടിക്കൽ. അതിങ്ങനെയാണ്, നിങ്ങൾ ലേൺ ടു ക്രിയേറ്റ് എ പ്രൊജക്റ്റ്. അതെ, ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് എ ഫിലിം. നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ചില ആളുകൾ പറയും എൻ്റെ കയ്യിൽ 2 സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി തീർത്ത 2 സ്ക്രിപ്റ്റ് ഉണ്ട്, ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കണം, ആരെങ്കിലുമൊക്കെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ. നോ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദി പ്രൊഡ്യൂസർ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദി ഡയറക്ടിങ് എ മൂവി, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് ദി ആർട്ടിസ്റ്റ്, ഇറ്റ് ഈസ് അബൌട്ട് ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് നിങ്ങൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സോപ്പ് ഏത് ക്ലാസ് ഓഫ് ആളുകളാണ് ഉപയോഗിക്കുന്നത്, ഏത് സമൂഹത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലാണ് ആ സോപ്പ് വിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ആളുകളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എമ്പുരാൻ ഒരു രാഷ്ട്രീയ ചിന്തയ്ക്ക് കൂടി വഴിമരുന്നിടുകയാണ്. ഒരു പാർലമെൻറ്റിലെ 2 സഭകളിലും സംസാരിക്കാൻ തക്ക രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഈ നാട്ടിൽ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ? നമ്പർ 1, അങ്ങനെ സംസാരിക്കപ്പെടാൻ പാകത്തിന് ഈ നാടിനെ, ഈ സൊസൈറ്റിയെ എങ്ങനെയാണ് നമ്മൾ പരുവപ്പെടുത്തിയത്? ഇനി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പറയാം. സിനിമ കണ്ട ആളുകൾ ഒരുപക്ഷെ മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന, അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ നമ്മൾ ഒരുപക്ഷെ ഒരു എപ്പോഴും ഒരു ലോക്കൽ ഫ്ലേവർ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ലോക്കൽ ഫ്ലേവറിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരു പോസ്റ്റ് കൊറോണ സിറ്റുവേഷനിലാണ് എമ്പുരാനെ ഞാനിങ്ങനെ കാണുന്നത്. കൊറോണ കാലത്ത് നമ്മൾ ലോകത്തുള്ള എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്, വിവിധങ്ങളായ ഭാഷകളിലെ സിനിമകൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കൊറിയൻ ഫിലിംസിന് അങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് ജോണർ, നമ്മുടെ ഇപ്പോൾ ഏറ്റവും പുതിയ ജനറേഷനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവരുടെ ടേസ്റ്റിനെ തന്നെ നിയന്ത്രിച്ചത് ഈ കൊറോണ കാലത്തെ കാഴ്ച പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ നിന്നുകൊണ്ട് തെലുങ്കും ഹിന്ദിയും ഇംഗ്ലീഷും ഇംഗ്ലീഷല്ലാത്ത ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിലെ ഇപ്പോൾ 4-5 രാജ്യങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് വികസിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ എല്ലാ ഭാഷകളെയും അതുപോലെ തന്നെ ഉൾപ്പെടുത്താൻ അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് വേറൊരു ട്രാൻസ്ലേഷനോ വേറെ ഒന്നും ആവശ്യമില്ല, സബ് ടൈറ്റിൽസ് അല്ലാതെ. അപ്പോൾ മലയാളി സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഫ്രെയിമിലെ
വലിയ അനുഭവങ്ങളുടെ ചിത്രത്തിനപ്പുറത്തേക്ക് വലിയ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഒരുപക്ഷെ നമ്മൾ പഴയ ഹോളിവുഡ് മൂവീസിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിൽ ഇല്ലെങ്കിൽ 80കളിൽ കാണുന്ന ബോളിവുഡ് സിനിമകളുടെ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ വേർപിരിഞ്ഞു പോയ കഥകൾ എന്നൊക്കെ പറയും. ഈ തരത്തിലൊരു ഫോർമാറ്റ് നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റ്, നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫോർമാറ്റ്, ഒരു റെസിഡ്യുവൽ മെമ്മറിയിൽ നമ്മുടെ കാഴ്ച പദ്ധതിയിൽ കിടക്കുന്ന ഒരു ഫോർമാറ്റിനെ കൃത്യമായി ഉപയോഗിച്ച ഒരു സിനിമ ഈ കാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ സംസാരമാകുന്നത് എന്നിടത്താണ് എൻ്റെ വിഷയം വന്നത്. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു സാംസ്കാരിക സാഹചര്യം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടായത്? അതിനൊരു പ്രത്യേക കാരണമുണ്ടാകാം. അത് 80കൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ചാനലുകളിലൂടെ, അത് കഴിഞ്ഞ് വന്നിട്ടുള്ള വാർത്താ പദ്ധതികളിലൂടെ നമ്മളെങ്ങനെയാണ് ഒരാളെ റിസെപ്റ്റീവ് ആക്കുന്നത്, എന്ത് റിസീവ് ചെയ്യണം എന്ന് മനുഷ്യനെ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എമ്പുരാൻ്റെ ആദ്യഘട്ടത്തെ ഡിസ്കഷൻ ഞാനിങ്ങനെ വെക്കുക. ഞാൻ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ വീണ്ടും അഞ്ജനയുടെ അടുത്ത് വരികയാണ്. ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അതിനകത്ത് ഇപ്പം ഞാൻ ഈ സിനിമ, ഇപ്പം അഞ്ജന പറഞ്ഞ പോലെ ഈ സിനിമ ഞാനും കണ്ടു. എന്താണ്, കട്ട് വരുന്നതിന് മുമ്പ് കാണുക എന്ന് പറയുന്ന ഒരു നിലയിലാണ് സിനിമ കണ്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെ അധികം സിനിമ കാണുന്ന ഒരാളല്ല. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ഒരു മീഡിയ സ്പേസിനകത്ത് നടന്ന വലിയൊരു ഡിസ്കഷനുണ്ട്. ഐ മീൻ നമ്മൾ ദിനപത്രങ്ങളായാലും ശരി, ടെലിവിഷനായാലും ശരി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാം ഒരു എമ്പുരാൻ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഇതിൻ്റെ യാതൊരു റിഫ്ലക്ഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യാതൊരു ഇമ്പാക്റ്റോ നമ്മൾ ആ സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് കാണാനില്ലായിരുന്നു. സിനിമാ തിയേറ്ററിൽ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയ്ക്കെതിരായിട്ടുള്ള ആളുകൾ സാധാരണ ഇത്തരം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡിബേറ്റ് ചെയ്യപ്പെടുന്ന സാധനത്തിൻ്റെ റിഫ്ലക്ഷൻ ഗ്രൗണ്ടിൽ ഒരു സാധനവും കാണുന്നില്ല. തിയേറ്ററിൽ വളരെ നിശബ്ദമായിട്ടുള്ള ആളുകൾ വളരെ സജീവമായിട്ട്, ഐ മീൻ ഇൻ ടേംസ് ഓഫ് ടിക്കറ്റ് വിറ്റുപോയ എന്നുള്ള നിലയിൽ ഒരുപാട് ആളുകൾ സിനിമ കാണാനുണ്ടായിരുന്നു. പക്ഷേ അബ്സല്യൂട്ട്ലി ഒരു ഒരു നിശബ്ദമായിട്ടുള്ള ഒരു പ്രതിഷേധമോ സിനിമയ്ക്കെതിരെ, അല്ലെങ്കിൽ ഇപ്പം മോഹൻലാലോ പൃഥ്വിരാജോ തുടങ്ങിയ താരങ്ങൾ വരുമ്പോഴത്തേക്കുള്ള ആരാധനയോടുള്ള കയ്യടികൾ പോലും ഞാൻ കണ്ട ഒരു ആ തിയേറ്ററിലില്ലായിരുന്നു. ഞാൻ സാധാരണ ഒരു തിയേറ്ററിലാണ് കണ്ടത്. ഈ മൾട്ടിപ്ലക്സിലും അല്ല, മൾട്ടിപ്ലക്സിൽ കുറേ കൂടെ സിവിലൈസ്ഡായ ആൾക്കാരാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഇത് ഞാൻ സാധാരണ തിയേറ്ററിലാണ് കണ്ടത്. പക്ഷേ ഇതൊന്നും കാണാനില്ലായിരുന്നു. ഇതുകൂടെ വയ്ക്കുമ്പോഴത്തേക്കാണ് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ, ഇപ്പം അഞ്ജന നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ അനാലിറ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എങ്ങനെയാണ് ആ ട്രെൻഡുകളെ കാണാൻ പറ്റുക? അത് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു ഗൂഗിൾ ട്രെൻഡ്സ് സെർച്ച് ചെയ്തപ്പോൾ. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പൊതുവേ ഇങ്ങനെ ഓവർലി സെലിബ്രേറ്റഡ് സാധനങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഈ സിനിമ കാണുന്നത് വരെ, സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല. അതുപോലെ സാറ് പറഞ്ഞ പോലെ തിയേറ്ററിൽ ഞാൻ പോയപ്പോഴും ഞാൻ മൾട്ടിപ്ലക്സിലാണ് സിനിമ കണ്ടത്. സിനിമയ്ക്ക് കയറിയതിന് ശേഷമോ അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ താരം വന്നപ്പോഴോ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ലാൻഡ് ആകാശത്തുനിന്ന് പറവകളെ പറത്തി ഇറങ്ങിയപ്പോഴോ, അല്ലെങ്കിൽ അതിനൊന്നും കൈയിടിനതിൽ ഞാൻ കൈയടിച്ച ഒരു മൊമെൻറ്റ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഫ്രെയിം ചെയ്ത് മഞ്ജു വാര്യരെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മഞ്ജു വാര്യരുടെ തഗ് ലൈഫ് ഡയലോഗ്സ് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ മഞ്ജു വാര്യർ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മനോഹരമായ ഒരു റോൾ എന്ന നിലയിൽ അവരെ എങ്ങനെ സോഫ്റ്റ് ലൈറ്റ് ഉപയോഗിച്ചും എങ്ങനെ ഐ ലൈക്ക് ദ ബ്രില്യൻസ് ഓഫ് ദ ഫിൽം മേക്കർ. അതിന് ഞാൻ കൈയടിച്ചിരുന്നു. ഞാൻ മാത്രമേ കൈയടിച്ചുള്ളൂ. അപ്പോൾ സിനിമ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, എനിക്ക് വന്നിരുന്നു. അത് വർക്കായി എനിക്ക് ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ. അപ്പോൾ ഗൂഗിൾ ട്രെൻഡ്സിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ നോക്കിയപ്പോൾ ഗൂഗിൾ ട്രെൻഡ്സിൽ ഈ പറയുന്ന കഴിഞ്ഞ 2 ആഴ്ച ഈ റിലീസ് 27-ാം തീയതി തൊട്ടിട്ട് ഇന്ന് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് എന്നോ ഗോദ്രയെന്നോ ഈ നമ്മൾ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിനടുത്ത് ഡീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കീവേഡ്സ് പോലും സെർച്ചിലില്ല. എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടും ഇല്ല, അല്ലാത്തപ്പോഴും ഇല്ല. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് ഒരു സെർച്ചും ഇല്ല. കേരളത്തിൽ ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും 100 പീക്കിൽ നിന്നത് മാർച്ച് 27 റിലീസ് ഡേയിലാണ്. അതിനുശേഷം അത് ഡിപ്പായി 50 വരെ എത്തി അതിൻ്റെ സെർച്ച് റേറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 59 എത്തുന്നത് മാർച്ച് 31. അതിലൊക്കെ എമ്പുരാൻ റിവ്യൂ, എമ്പുരാൻ കളക്ഷൻ, എമ്പുരാൻ ബോക്സ് ഓഫീസ് കളക്ഷൻ, ഇതാണ് കേരളത്തിലെ സെർച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ പീക്കിൽ
March 27. ഒബിയസ്ലി കേരളത്തിലെയും കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കും ഇന്ത്യയിൽ സെർച്ച് വരുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ മേജർ കീവേഡ് സെർച്ചിൽ വരുമ്പോൾ ഈ പറയുന്ന എമ്പുരാൻ കളക്ഷനും എമ്പുരാൻ ബോക്സ് ഓഫീസ് കളക്ഷനും എമ്പുരാൻ റിവ്യൂ സക്സസ് റേറ്റ്, അതിനകത്ത് ഒരിടത്തും ഞാൻ സെർച്ച് ചെയ്തു ചോദിച്ചു എമ്പുരാൻ കോൺട്രവേഴ്സി ഉണ്ടോ, അല്ലെങ്കിൽ എമ്പുരാൻ പിന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ അഫക്റ്റ് ചെയ്തതെന്നുള്ളത് അത് സെർച്ച് ചെയ്തു. അങ്ങനെ ഒരു സെർച്ചും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ അൽഗോരിതം, ആ ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സ്പേസിലേക്ക് വന്ന ഫീഡുകളാണ് ഇതെല്ലാം. അല്ലാതെ ഞാനൊരാൾ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പോയി സെർച്ച് ചെയ്തിട്ടില്ല. ഞാനൊരാൾ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്നെപ്പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആരുമോ ഈ ഒരു എന്തായിരുന്നു ഈ റയട്ട് എന്നോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ അങ്ങനെ ഒരു രീതിയിലുള്ള സെർച്ചുകളും ഇതിൽ പോയിട്ടില്ല. ഒരു പ്രോമിനൻ്റ് ആയിട്ട് ട്രെൻഡിങ് ടോപ്പിക്കായിട്ട് നിന്നിട്ടില്ല. പകരം നമ്മൾ ഉണ്ടാക്കിയ എക്കോസിസ്റ്റത്തിലേക്ക് വളരെ വളരെ അൺകോൺഷ്യസ്ലി ഒരു ഹേർഡ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ട്രെയിൻസ് ആൻഡ് എഫക്റ്റിൽ ഒബിയസ്ലി ഞാനിപ്പോൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത ബീങ് ആൻ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ് ഫോർ ക്വൈറ്റ് എ വൈൽ എനിക്കിപ്പോൾ വരുന്നത് മറ്റേ എന്താ പറയുക കറുത്ത സാരി ഉടുത്ത സുന്ദരി അല്ലെങ്കിൽ ഈ സെറ്റിൽ സംഭവിച്ച സംഭവം കേട്ടാൽ നിങ്ങൾ ഞെട്ടും പോലത്തെ സാധനങ്ങളാണ് എനിക്ക് എൻ്റെ ഗൂഗിളിലേക്ക് ആദ്യം എടുത്ത താഴെ വരുന്ന ടോപ്പിക്സ് മുഴുവൻ. ആ രീതിയിൽ ഞാൻ സ്ഥിരമായി കാണുന്നതായതുകൊണ്ടും ഞാൻ സ്ഥിരമായി എൻ്റർടൈൻമെൻറ്റ് ഫോളോ ചെയ്യുന്നതായതുകൊണ്ടും ആയിരിക്കാം എൻ്റെ ഫീഡിലേക്ക് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും വന്നതും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മീമ് വന്നതും ഒക്കെ. അപ്പം അങ്ങനെ അവർ നമ്മളെ നയിച്ചു. നമ്മൾ അതിനകത്തേക്ക് ബ്ലൈൻഡഡ് ആയിട്ട് കയറിയിരുന്നു. അപ്പം നമ്മൾ മലയാളികൾ ഇതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം ഹൂ ആർ ദ പീപ്പിൾ ഹു ആർ കൺട്രോളിങ് അസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2010 ഇൻസെപ്ഷൻ എന്ന് പറയുന്ന മൂവിയിൽ പറയുന്നുണ്ട് somebody who can get into our brain and control our thoughts and dreams and what we do. So are we actually being, നമ്മൾ അതിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, വേറെ ആളുകളാണോ ഈ തിയേറ്ററിലേക്ക് നമ്മളെ ഉന്തിയത്? നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഫോണിലിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്ത് പറയുന്നു ദേവൻ ഇതിനെക്കുറിച്ച്? ഹരാരി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ 2 പുസ്തകങ്ങൾ വളരെ പോപ്പുലറായിട്ടുള്ള 2 പുസ്തകങ്ങളുണ്ട്, നമുക്കറിയാവുന്ന പുസ്തകങ്ങളാണ്. അതിൻ്റെ രണ്ടാമത്തതിൽ ഹ്യൂമോ ഡിയോസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അപ്പോൾ പ്രതിപാദിക്കുന്നൊരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളെ ആര് ലീഡ് ചെയ്യും, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ആര് ലീഡ് ചെയ്യും. ഇത്രയും നാൾ ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക എക്സിസ്റ്റിംഗ് നോളജ് അല്ലെങ്കിൽ എംബഡഡ് ആൻഡ് എംബോഡീഡ് നോളജൊക്കെ വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാര്യകാരണ സഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അഞ്ജന നേരത്തെ പറഞ്ഞ ഈ അൽഗോരിതംസ് എന്ന് പറയുന്നതാണ് നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്ന അടുത്ത ഘടകം. അപ്പോൾ കുറേ കാലമായി ഒരു മനുഷ്യൻ്റെ ശീലങ്ങളെ അപഗ്രഥിക്കാനുള്ള പദ്ധതികൾ നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് വരികയും അപ്പോൾ ഇങ്ങനെ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഹാസ് ഗോട്ട് ദിസ് ഇൻട്രസ്റ്റ്, എക്സിൻ്റെ ശീലങ്ങൾ ഇങ്ങനെയാണ്, എക്സ് ഇന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും എന്ന് ഒരാളെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കിന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ ഏത് സിനിമ കാണണം, അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ചിന്തകളും പരിപാടികളും വെച്ചുകൊണ്ടുണ്ടായിട്ടുള്ള അൽഗോരിതംസിനെ കൃത്യമായി ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്യാരക്ടറിലേക്ക് എത്തിക്കാനോ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്കണോമിയെ മാത്രമാണ് ഞാൻ അത്ര കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ കച്ചവടം പരിപാടിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ എല്ലാ പരിപാടികളും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഡ്രിവൺ സൊസൈറ്റിയിൽ, ഒരു എക്കണോമിക് ഡ്രിവൺ സൊസൈറ്റിയിൽ പണ്ടത്തെ അറസ്റ്റിംഗ് ദി മൈൻഡ്സ് എന്നൊക്കെ പറയുന്ന സാധനത്തിന് അപ്പുറത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് അറസ്റ്റിംഗ് ദി മൈൻഡ്സ്, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് യുവർ മൈൻഡ് ആൻഡ് ഇറ്റ്സ് ലീഡിങ് യുവർ മൈൻഡ്. അപ്പോൾ നിങ്ങളുടെ ചിന്താ പദ്ധതിയെ നിങ്ങളുടെ ധാരണയ്ക്കപ്പുറത്തേക്ക് മറ്റൊന്നാക്കി മാറ്റാൻ കെൽപ്പുള്ളതായി സോഷ്യൽ മീഡിയ മാറുന്നു. ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാധനം വളരെ വളരെ പ്രശ്നബാധിതമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇല്ലേ അഡ്വാൻസ്ഡ് എന്ന് നമുക്ക് പറയാം. ഈ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ വരേണ്ടത് ഇതിൽ പലപ്പോഴും ഇതിൻ്റെ ഡിസ്കഷൻസ് ഓറിയൻറ്റ് ചെയ്യുന്ന നമ്മളെന്താണ് ജെൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പുതിയ ചെറുപ്പക്കാരാണ് ഇതിൻ്റെ വിക്റ്റിമാവുന്നത്. എനിക്കിതിനകത്ത് എതിരഭിപ്രായം. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. ശരിക്കും ഞാൻ പറയുന്നത് പുതിയ ചെറുപ്പക്കാർ ഒരു പക്ഷേ അവർ ഇതിൻ്റെ ഒരു സാധനം തിരിച്ചറിയാൻ
കുറേ കൂടെ ഇക്കപ്പെടുക. ഒരുപക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ജനറേഷൻ, ഒരു 60 വയസ്സുള്ള ജനറേഷൻ ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാന കക്ഷികൾ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ജനറേഷനിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താ പറയുക, ജനറേഷൻ സി ബി ദേ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സാറുമായിട്ട് എന്നെ പഠിപ്പിച്ച, ഇപ്പോൾ റിട്ടയർഡൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു അധ്യാപകനെ വിളിച്ചു. രാത്രി 11 മണിക്ക്. ഞാൻ വളരെ സങ്കോചത്തോടെയാണ് അദ്ദേഹത്തെ ആ സമയത്തിന് വിളിക്കുന്നത്, കിടന്നുറങ്ങാനൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, 8 മണിയുടെ വാർത്ത കാണും, പിന്നെ 10 മണിക്ക് സമഗ്രമായ ഒരു ഇതുണ്ട്, സമ്മിങ് അപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 11 മണിക്ക് എല്ലാ വാർത്തകളെയും ചേർത്തുകൊണ്ട്, ഞാൻ ഈ സ്ഥിരമായിട്ട് വാർത്ത ഫോളോ ചെയ്യാത്തതുകൊണ്ടിരിക്കും, അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചു, അതിന് തൊട്ട് തലേ ദിവസം 27-ാം തീയതിക്ക് മുമ്പ്, 27-ാം തീയതി ഇപ്പോൾ നമുക്ക് ഭയങ്കര ഓർമ്മ, വേൾഡ് തിയേറ്റർ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ തലേ ദിവസം എൻ്റെ അച്ഛൻ ചോദിച്ചു, അച്ഛന് 75 വയസ്സുണ്ട്, അച്ഛൻ ചോദിച്ചു, എമ്പുരാൻ കാണുന്നില്ലേ? അച്ഛൻ സിനിമാ തിയേറ്ററിൽ പോകുന്ന ആളല്ല, പക്ഷേ അച്ഛൻ വീട്ടിൽ വിശ്രമ ജീവിതത്തിലിരിക്കുന്ന ആൾ എമ്പുരാൻ കാണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലിരിക്കുന്ന 75 വയസ്സായ ആളുകൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി, താല്പര്യത്തോടു കൂടി ചോദിക്കുന്നു, അതിലേക്ക് എത്തിക്കുന്നു. ഇവിടെയാണ് എൻ്റെ 1-2 പോയിന്റ്സ് പറയാനുള്ളത്. നമ്മൾ പണ്ട് ഈ പറയുന്ന നമ്മുടെ ജനറേഷൻ, ഒരുപക്ഷെ 45+ or 40+ എന്നൊക്കെ പറയുന്നൊരു ജനറേഷൻ ഒരുപക്ഷെ വാർത്തകളെ ആശ്രയിക്കുന്നത്, വാർത്തകൾ എന്ന് പറയുന്നത് ഇൻഫർമേഷനായിരുന്നു. ഇൻഫർമേഷൻ്റെ സോഴ്സസിനെ വളരെ ജെനുവിനായിട്ട് കണ്ടിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂസുകളെല്ലാം അത് അച്ചടിച്ച് വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് റേഡിയോ, പ്രിന്റ്, ദൃശ്യം, ഈ 3 സാധനമേ നമുക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. ഈ 3 കാര്യങ്ങളും നമുക്ക് യഥാർത്ഥമാണ് എന്ന് വിശ്വസിക്കും. പത്രത്തിൽ അച്ചടിച്ച് വന്നാൽ സത്യമാണ്. അപ്പോൾ ഈ അച്ചടിച്ച് വന്നാൽ സത്യമാണെന്നുള്ളത് നമ്മുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 70 വർഷക്കാലത്തെ ചിന്താ പദ്ധതിയുമായി നിൽക്കുന്നൊരു പരിപാടിയാണ്, ശീലമാണ്. ഈ സാധനത്തിൻ്റെ അടുത്ത ജനറേഷനാണ് ഇന്നത്തെ 40 വർഷമോ 50 വർഷമോ ജീവിതം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാർ. ഇവിടെയും നമ്മൾ ഇപ്പോഴും അനുവർത്തിച്ച് പോരുന്നത്, അല്ലെങ്കിൽ സ്വീകരിച്ചു പോരുന്നത് ഇത്തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെയാണ്. ആ ഇൻഫർമേഷൻസ് ഏറ്റവും ജെന്യുവിനാണ് എന്ന വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഇത് വലിയൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ പോസ്റ്റ് ട്രൂത്ത് എറയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം നമ്മൾ സാധാരണ പറയാറുള്ളത്, സത്യം വരുമ്പോൾ തെറ്റ് അല്ലെങ്കിൽ കള്ളം 100 കാതം മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അത് ജെൻസി ഉപയോഗിക്കുന്ന രീതിയിലല്ല ഈ പ്രായമായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ ജെറിയാട്രിക് എന്ന് പറയാം. ഈ മറ്റവർ അതിൻ്റെ സാധ്യത അവർ ചിലപ്പോൾ കണ്ട് അവരുടേതായിട്ടുള്ള ഒരു റീസണിങ് വെച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഇത് പണ്ടത്തെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ആളുകൾ പുതിയ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിയിട്ടും ഇല്ലാത്തത് കൊണ്ട് സത്യം എന്താണെന്നും മിഥ്യ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ഈ നാടിൻ്റെ ഭാഗമാണ്. ഈ ബഹുഭൂരിപക്ഷമാണ് വോട്ട് ബാങ്കിൽ നിൽക്കുന്നത്, സമൂഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ നിൽക്കുന്നത്, നമ്മുടെ ഒപ്പീനിയൻ മേക്കേഴ്സ്. ഇവരാണ് വാർത്താ മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് അഭിപ്രായം പോലും പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വലിയൊരു ഒരു ഇൻഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം ഇത്രയാണ്, ഇത്തരത്തിലുള്ള വലിയൊരു ഓഡിയൻസ് സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. ഈ സോഷ്യൽ മീഡിയയെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ആളുകളും എടുക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ എടുക്കുമ്പോൾ ഒരിടത്ത് ക്രിയേറ്റേഴ്സ് ആയിരിക്കും, അതാണ് നമ്മൾ കണ്ടന്റ് മേക്കേഴ്സ് എന്നാണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഒരാളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കിട്ടുന്നത്. കണ്ടന്റ് ക്രിയേറ്റർ, യു ആർ എ കണ്ടന്റ് ക്രിയേറ്റർ, ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് കണ്ടന്റ് യു ആർ ക്രിയേറ്റിംഗ്, ബേസ്ഡ് ഓൺ വാട്ട് ഈസ് യുവർ ക്വാളിറ്റി, ഓർ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ, വാട്ട് ഈസ് യുവർ ഒത്തൻറ്റിസിറ്റി ടു ക്രിയേറ്റ് എ കണ്ടന്റ് എന്ന് പറയുന്നിടത്ത് ഇവിടെ ഈച്ച് വൺ ഈസ് എക്യുപ്ഡ് ടു മേക്ക് കണ്ടന്റ്. ഓരോരുത്തരും കണ്ടന്റിനെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഭൂരിപക്ഷത്തെ സൃഷ്ടിക്കുന്ന വേറൊരു രാഷ്ട്രീയത്തെക്കുറിച്ചും കൂടി നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഭൂരിപക്ഷത്തെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുന്ന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹരാരിയുടെ പുസ്തകത്തിൽ പറഞ്ഞ ചിന്തയിൽ നിന്ന് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇത്തിരി ഇത് കടുപ്പമുള്ള സാധനമാണോ ഞാൻ ഈ പറയുന്നതെന്ന് ആൾക്കാർക്ക് തോന്നുമെങ്കിൽ ഒട്ടും കടുപ്പമില്ലാത്ത സാധനമാണ്. കാണുന്ന സാധനത്തിനെ വിശ്വസിക്കുന്ന ഒരു, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന. അപ്പോൾ എൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയും, ആരാണ് വിശ്വസിപ്പിക്കുന്നത്? വിശ്വസിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു ശക്തി ഇവിടെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് വിരുദ്ധമായ ഒരു ധാരണയെ നിങ്ങളുടെ മനസ്സിൽ വികസിപ്പിക്കുകയും അത് നിങ്ങളുടെ ചിന്തയാണ് എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു
ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ ഞാൻ ഒരു തവണയും കൂടെ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് പറയാം. നമ്മൾ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എക്സ്പ്രഷൻ ആണല്ലോ കണ്ടൻറ് ക്രിയേഷൻ. ഓരോരുത്തർക്കും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സംഭവം ഉണ്ടാകണം, ഐഡിയ ഉണ്ടാകണം, ജീവിതാനുഭവം ഉണ്ടാകണം. ഈ സംഭവങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള കണ്ടൻറ്റാണ് ഉണ്ടാക്കുന്നത്, എന്ത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നിങ്ങളെ കൊണ്ട് കാണിപ്പിക്കുന്നത്. ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എമ്പുരാനൊക്കെ അവിടെ നിൽക്കുമ്പോഴും സിനിമയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, ചിന്തകളാകട്ടെ, എന്തുമാകട്ടെ, ഏതിനാണ് കൂടുതൽ ഒബ്സർവേഴ്സ് ഉള്ളത്, ഏതിനാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്, ഏതിനാണ് കൂടുതൽ ഓഡിയൻസ് ഉള്ളത്, ആ തരത്തിലുള്ള അൽഗോരിതംസിനെ സൃഷ്ടിക്കുന്നത് ആരാണ്? അല്ല, അതിൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു നിലനിൽക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് താല്പര്യത്തിന് വേണ്ടി മാറ്റി തീർത്തു എന്നുള്ളത് ഇന്നിപ്പോൾ നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു ഡിബേറ്റബിൾ പോയിന്റ് അല്ല. അത്രയധികം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് നമ്മുടെ നാട്ടിൽ പോലും നടക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടോ? ഇത് നമ്മളൊരു കോൺസ്പിറസി തിയറി പറയുന്നു എന്നുള്ളതല്ല. അത് കോൺസ്പിറസി തിയറി അല്ലത്. അതിനെ നമുക്ക് വളരെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്കത് ആർഗ്യൂ ചെയ്യാനുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ അത് ഒരു വലിയ മെഗാ സംഭവമായി മാറിയത്, നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ചോർത്തി. എനിക്ക് തോന്നുന്നത് 1970-കളിലാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഈ ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കാലം കഴിയുമ്പോഴാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കേൾക്കുകയും ഈ ഗ്ലോബലൈസേഷന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവുകയും എന്നിട്ട് നമ്മുടെ നാടുകളിലെ ഏറ്റവും വലിയ മോളുകൾ വരുമ്പോൾ ആ മോളുകളിലേക്ക് നമ്മൾ ചെറുകിട എന്താ പറയുക കടക്കാരിൽ നിന്ന് ചെറുകിട കർഷകരിൽ നിന്നൊക്കെ ഒഴിവായി നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് മാറുകയും ചെയ്ത വലിയൊരു ട്രാൻസിഷൻ നമുക്കുണ്ട്. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പറയുന്ന സംസാരവും കൂടി ചിന്തനീയമാണ്. മോഹൻലാലിന്റെ ലിജോ ജോസ് പെല്ലിശ്ശേരി പടത്തിൽ പറയുന്നില്ല, എന്താ കണ്ടതെല്ലാം നിജം, കാണാത്തതെല്ലാം അങ്ങനെ പറയുന്നില്ലേ, എന്ന് വെച്ചാൽ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. ആ ഒരു സാധനവും ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പഴയ കാലത്ത് വേറൊന്നും കൊണ്ടുണ്ടായിരുന്നു, കേട്ട വാർത്തകൾ ഭീകരം, കേൾക്കാത്തവ അതിനേക്കാൾ ഭീകരം. അതെ അതെ, കേട്ടത് മധുരതരം, കേൾക്കാത്തവ അതിമധുരം. സോ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി വി ആർ ആക്ച്വലി ടോക്കിംഗ് ഓൾ ദ നെഗറ്റീവ് പാർട്ട് ഓഫ് സോഷ്യൽ മീഡിയ. അതാണ് സത്യത്തിൽ നമ്മളിവിടെ ഇരിക്കുന്നത്. അതിനാണ് സോഷ്യൽ മീഡിയയ്ക്ക് സോഷ്യൽ മീഡിയയുടേതായ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്. അതിന് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. ആ സ്പേസിന് എങ്ങനെയാണ് വളരെ ഇതായിട്ട് എന്താണ് അതിന്റെ സബ്വേഴ്സീവ് ക്വാളിറ്റി മുഴുവൻ ചോർത്തിക്കളഞ്ഞുകൊണ്ട് ഇത് ഇപ്പോഴും ക്രിയേറ്റീവാണ്. കാരണം ആ നിലയിലുള്ള ഒരുപാട് ക്രിയേറ്റീവായ സാധനങ്ങൾ നമ്മൾ പല സ്ഥലത്തുനിന്ന് കാണുന്നുണ്ട്. എത്രയോ ഓൺട്രപ്രനേഴ്സ് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടായി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ. പീപ്പിൾ കണക്ഷൻ, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്, ഐഡിയാസ് ഡിസ്കസ് ചെയ്യാൻ, ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു പോസിറ്റീവ് വശങ്ങളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. ബിക്കോസ് എന്താണ് സോഷ്യൽ മീഡിയ നമ്മൾക്ക് അല്ലാതെ നമ്മൾ പോലും അറിയാതെ, ഇപ്പൊ FOMO, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനിത്തിങ്. നേരത്തെ അഞ്ജന പറഞ്ഞ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, യു ഹാവ് ദിസ് ഫിയർ, ലൈക്ക് യുനോ, ആ ഒരു ഹേർഡ് മെന്റാലിറ്റി. നമ്മുടെ മോപ്പ് സൈക്കോളജിയിൽ വർക്ക് ചെയ്യുന്ന പോലെ ആ ഹേർഡ് മെന്റാലിറ്റി കൊണ്ടുവന്നിട്ട്, ഓ നിങ്ങളെല്ലാം കണ്ടോ, ഇനി ഞാൻ മാത്രമേ കാണാനുള്ളോ, അയ്യോ എന്ന് പറയുന്ന പോലത്തെ ആ ഒരു അതിലേക്ക് എത്താണ്. അവിടെ എന്താ, you are never happy. You can't be happy because you always keep seeing people who have more than you. ഞങ്ങൾ ഇന്നാളൊരു ഡിസ്കഷനിൽ പറയായിരുന്നു, ഞാനും എൻ്റെ സ്കൂൾ മേറ്റ്സും കൂടി, പണ്ടൊക്കെ എന്ത് രസമായിരുന്നു എന്ന്. ഞങ്ങൾ വയനാട്ടിലൊരു യാത്ര പോയിക്കൊണ്ടിരുന്നപ്പോൾ പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ, നമുക്ക് വീടിൻ്റെ അപ്പുറത്തുള്ള പുഴേൻ്റെ അവിടെ വരെ പോയാൽ തന്നെ നമ്മൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞു, അന്ന് ആക്ച്വലി നമുക്ക് ലെസ് വാസ് മോർ. ഇപ്പം നേരെ തിരിച്ചാ, മോർ ഇസ് ലെസ്. എനിത്തിങ് യു ഗെറ്റ്, you are not happy because that is not enough. നമ്മളുടെ ഒരു സാധാരണ ഒരു ദിവസം നമുക്ക് മിനിമം
5 വട്ടമെങ്കിലും നമ്മളുടെ ഡോപ്പമിൻ ട്രിഗർ ആവുകയാണ്. ഞാൻ എന്നിട്ട് എൻ്റെ ഫോട്ടോയ്ക്ക് 4 ലൈക്ക് വന്നു, അതിൽ 4 ലൈക്കിൽ ആരൊക്കെയാണോ ലൈക്ക് അടിച്ചത്, ഇന്നയാൾ ഇതിനെപ്പറ്റി എൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ടല്ലേ എന്ന് തൊട്ട് അങ്ങോട്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോൺസ് ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഐഡിയ ഓഫ് ഹാപ്പിനെസ് വരുന്നത്? സോ വി കീപ് ക്രേവിങ് ഫോർ തിങ്സ്, വി കീപ് ഗോയിങ് ബിഹൈൻഡ് എനിത്തിങ് ദാറ്റ് ഈസ് അൺഅച്ചീവബിൾ ഓർ ലൈക്ക് എന്താണ് നമുക്ക്. അപ്പം നമ്മുടെ ആ സമൂഹത്തിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ, ആങ്കർ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ആ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. വ്യാഴാഴ്ച വരെ കട്ട് ചെയ്ത പടം കണ്ട ആളും കട്ട് ചെയ്യാത്ത പടം കണ്ട ആളും അത് കഴിഞ്ഞ് കണ്ട ആളും തമ്മിൽ വലിയൊരന്തരം നമ്മുടെ സമൂഹത്തിലുണ്ട്. അയ്യോ, കട്ട് ചെയ്തതാണോ കണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു സാധനം എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നുള്ളൊരു മട്ടിലാണ് ഈ ഡിസ്കഷൻ വരുന്നത്. നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ സിനിമയുടെ അതൊരു നിമിത്തം എന്നുള്ള നിലയിലാണ് ഈ ഒരു ഡിസ്കഷനിൽ വന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയും അതെങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ വളരെ സക്സസ്ഫുള്ളി ഉപയോഗിച്ചതെന്നുള്ളത്, അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെ അഞ്ജന പറഞ്ഞ പോലെ വളരെ ഒരു ശരാശരി സിനിമ ഒരു വലിയ മഹാസംഭവമാക്കി മാറ്റാനായിട്ട് അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു തീം. അതിൻ്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത് ഏത് തരത്തിൽ, കാരണം ഇതിപ്പോൾ സിനിമയിൽ ഇത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നാളെ ഇത് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാം, നാളെ വേറൊരു തരത്തിൽ ഉപയോഗിക്കാം. പലതരത്തിലും ഈ പൊട്ടൻഷ്യൽ അവിടെ നിൽപ്പുണ്ടല്ലോ. ഇതിനെ എങ്ങനെ കാണും? അല്ല, ഇത് ഇപ്പോൾ ആദ്യമായിട്ടല്ല, എംബ്രാനിലല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ 10-14 വർഷം മുമ്പ് 2014 തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇത് ഏറ്റവും കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് ഒരു റീനറേഷൻ, ഒരു പുതിയ നറേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള സാധനം അത് ഏറ്റവും ശക്തമായി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. ഹോളോഗ്രാം പോലെയുള്ള ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ വെച്ചിട്ടാണ് ആദ്യത്തെ ഇലക്ഷൻ സംഭവിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു നെറേറ്റീവിനെ സൃഷ്ടിച്ചതും ആ നെറേറ്റീവ് ഓരോരുത്തരുടേതുമാക്കിയത് പേഴ്സണലൈസ് ചെയ്യാന്നുള്ളതാണ്. ബേസിക്കലി ആർട്ടിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പേഴ്സണലൈസേഷൻ ഓഫ് എ സബ്ജക്റ്റ്, ഓഫ് എൻ ഇമോഷൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ സബ്ജക്റ്റിനപ്പുറത്തേക്ക് ഇമോഷണലി അത് പേഴ്സണലാക്കി കളയുക. ഇപ്പം ഈ ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമോഷൻ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യക്തിജീവിതത്തിൽ അനുഭവങ്ങൾ എന്നൊക്കെ സംഭവങ്ങളായിരുന്നെങ്കിൽ ജാതി, മതം, വിശ്വാസം അടക്കം ഇമോഷനാക്കി മാറ്റിയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എമ്പുരാനിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമോഷൻ എന്താണ്? ബാക്കി രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. നമ്മൾ മഹാഭാരതമോ രാമായണമോ TV സീരിയലുകളിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തിയ ഒരു കാലഘട്ടമുണ്ട്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എമ്പുരാൻ കൊണ്ടുവന്ന ഇമോഷൻ എന്താണ്? എമ്പുരാൻ കൊണ്ടുവന്ന ഇമോഷൻ നമ്മൾ പൊതുവെ അതാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് പാർലമെൻറ്റിലടക്കം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വിഷയമായി തീർന്നത് എമ്പുരാൻ ഉണ്ടാക്കിയ ഇമോഷനാണ്. അത് ഈ രാജ്യത്തിൻ്റെ ഇമോഷനാണ്. ആ രാജ്യത്തിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് ജാതീയമാണ്, വർഗീയമാണ്. ഈ ജാതി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന, ജാതിയോ വിശ്വാസമോ വർഗമോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏതൊക്കെ തരത്തിൽ കണക്ട് ചെയ്താലും ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള കണക്റ്റ് ഉണ്ടല്ലോ. മതവും രാഷ്ട്രീയവും രണ്ടാണ് ഇരുന്ന ഒരു കാലത്ത് നിന്ന് മതവും രാഷ്ട്രീയവും തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നായി മാറുന്ന, ഫ്യൂസ്ഡായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് ഇത് ഒരു ശരാശരി സിനിമ. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാം അത്യാവശ്യം നന്നായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന, എന്നാൽ കണ്ടൻറ് വൈസ് സാധാരണ ഒരു സിനിമ കണ്ടുപോകുന്ന രീതിയിൽ കണ്ടു പോകാവുന്ന, നമ്മളെ ആരെയും ബാധിക്കേണ്ടതില്ലാത്ത, ഇതിനേക്കാൾ രാഷ്ട്രീയം പറഞ്ഞ സിനിമകൾ ഷാജി കൈലാസിൻ്റെയും രജി പണിക്കറിൻ്റെയും ഒക്കെ പോപ്പുലർ മൂവീസിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അടൂരും അരവിന്ദനും ജോൺ എബ്രഹാമും ഒക്കെ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞ പി ജെ ആന്റണിയുടെ കഥാപാത്രമൊക്കെ ഈ കാലത്ത് വരുമോ എന്ന് നമ്മൾ ഒരുപാട് ഇതിൽ കാണാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലത്ത് നിന്ന് മാറി നമ്മൾ ഇതിനെ കാണുമ്പോൾ ഈ ഒരു രാഷ്ട്രീയം മതം എന്നത് വൈകാരികമായ വിശ്വാസ സംഹിതയുടെ ഭാഗമായി മാറുന്നിടത്താണ് എനിക്ക് തോന്നുന്നത് എമ്പുരാൻ ചർച്ചാ വിഷയമാകുന്നത്. അതിനോട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മലയാളികളെപ്പോഴും ചെറിയ ബജറ്റ് പടങ്ങളും ചെറിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ വെച്ച് നോക്കുന്ന സമയത്ത്
സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബജറ്റുകളിൽ പടം എടുക്കുന്ന, നമ്മളെപ്പോഴും അതിൻ്റെ കണ്ടൻറ് ക്വാളിറ്റിയും അതിൻ്റെ മലയാളം മൂവീസ് ആർ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ വരുന്ന പണം, അതിൻ്റെ ആ ഒരു മാർക്കറ്റിന് എമ്പുരാൻ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യണം. അവരതിനെ ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമ ഒരു ലാർജ് വലിയ ക്യാൻവാസിൽ, നമ്മൾ പ്രിയദർശൻ്റെ സിനിമകളാണ് ഇതിനു മുമ്പ് വലിയ ക്യാൻവാസിൽ കണ്ടിട്ടുള്ളതെന്നൊക്കെ ഇപ്പോൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ വലിയ ക്യാൻവാസിൽ ജനവും കൂടി അറിയാണ് ഇതിന് എത്ര മുടക്കിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് ടൂളായിരുന്നു. അത് മാർക്കറ്റിംഗ് ടൂൾ ആവുന്നതിൻ്റെ ഒപ്പം ഇൻഡസ്ട്രിയിൽ ഫൊഗെറ്റ് അബൌട്ട് ദ കണ്ടന്റ് പാർട്ട്, ഒരു മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു സച്ച് എൻ ഇൻഡസ്ട്രി. അവിടെ ഒരു ഇത്രയും 200 കോടിയോളം രൂപ മുടക്കി ഈ പടം എടുത്തപ്പോൾ, ഈ പടം ശരിക്കും മലയാളികൾക്ക് വേണ്ടിയിട്ട് എടുത്തതല്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മുണ്ടെടുത്ത് കണ്ടില്ലെങ്കിൽ വി ആർ നോട്ട് ഹാപ്പി. കോട്ടിട്ട മോഹൻലാലിൻ്റെ ഒരു പടവും ഇവിടെ അത്ര ഹിറ്റായിട്ടില്ല. കോട്ടിട്ട സാഗർ ഇലിയാസ് ചാക്കി വെരി ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ഫിലിം ബൈ അമൽ നീരദ്, ബട്ട് ദ മൂവി വാസ് നോട്ട് എ ഹിറ്റ്. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര മാർക്കറ്റിംഗ് ബ്രില്യൻസും കൂടിയാണ് ഈ പടത്തിൻ്റെ സക്സസ്. കാരണം ചൈന മുതൽ ഇറാഖ് വരെയുള്ള സ്ഥലത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് വലിയ ലാർജർ സ്കെയിലിൽ ഒരുപാട് ടെക്നോളജീസ് ഉപയോഗിച്ച്, അത് ഒരു മേക്കറിൻ്റെ ഡ്രീമാണ്. നമ്മളെപ്പോഴും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് 2 കോടീൻ്റെ പടം എടുക്കാനല്ല, നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ഒരു ക്രിയേറ്റർ അയാൾ ഇമാജിൻ ചെയ്യുന്ന എല്ലാം അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു പടം എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പൈസ കൊണ്ടുവരാനും ഈ ഇൻഡസ്ട്രിയിൽ ഇന്ന് നോക്കുന്ന സമയത്തെ ബിഗ്ഗസ്റ്റ് ഹിറ്റും അതുപോലെ ബിഗ്ഗസ്റ്റ് പണം മുടക്കിയ ഒരു പടവും കൂടിയാണ് എമ്പുരാൻ എന്നുള്ളിടത്ത് ഇൻഡസ്ട്രിക്ക് ഏത് രീതിയിലാണ് അത് ബെനിഫിറ്റ് വരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ വരും എന്നുള്ളതാണ് ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നത്. എനിക്കൊന്ന് ഇൻഡസ്ട്രി, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് വീണ്ടും ആവർത്തിക്കുന്നത്, എമ്പുരാൻ ഉണ്ടാക്കിയ ഒരു വ്യത്യാസം, മലയാള സിനിമയുടെ മേക്കിങ്ങിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് മറ്റു ഭാഷകളെ കൂടി, ഇവിടെ ഇതിനു മുമ്പും ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന കഥാപാത്രങ്ങൾ വന്നിരുന്ന സിനിമകളൊക്കെ നമുക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്ലോബൽ ഓഡിയൻസിന് കാണാൻ പാകത്തിന് ഒരു സബ്ജക്റ്റ്, ഗ്ലോബൽ സബ്ജക്റ്റ് അല്ല, ഗ്ലോബൽ ഓഡിയൻസിന് കാണാൻ പാകത്തിന് ഒരു സബ്ജക്റ്റ്, ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു മലയാള സിനിമയ്ക്ക് നിൽക്കാം എന്നൊരു പക്ഷേ കാണിച്ച കുറച്ച് സിനിമകളിൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനം വന്നിട്ടുള്ള എമ്പുരാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു മേക്കേഴ്സ് വിഷൻ, ഇൻഡസ്ട്രിയുടെ പെർസ്പെക്റ്റീവിൽ മേക്കേഴ്സ് വിഷൻ ഹാസ് ടു ബി റെസ്പെക്റ്റഡ്. അറ്റ് ദ സെയിം ടൈം സ്റ്റോറി ലൈൻ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നെങ്കിൽ ദ മൂവി വുഡ് ഹാവ് ബീൻ ലൈക്ക് വർത്ത്. എപ്പോഴും നമ്മളിരിക്കുന്ന ഈ ഗ്ലോബൽ ആൻഡ് ലോക്കൽ എന്ന് പറയുന്നൊരു ഒരു പറച്ചിലുണ്ടല്ലോ. ഈ ഗ്ലോക്കൽ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ എനിക്കൊന്ന് ഈ നൈജീരിയ, എന്താണ് ആ സിനിമയുടെ പേര്, ഒരു ഫുട്ബോൾ സുഡാനി ഫ്രം നൈജീരിയ, ഇറ്റ് വാസ് എ യൂണിവേഴ്സൽ സബ്ജക്റ്റ്. അത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ മലയാളത്തിൽ നിന്നുള്ള, അത് അന്ന് ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് മലയാളത്തിൽ നിന്നൊരു വേൾഡ് സിനിമ എന്ന് തോന്നുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അത് വേൾഡ് സിനിമ, അങ്ങനത്തെ സിനിമകൾ മതി. അത് ഒരു ലോക്കൽ സ്പേസിൽ നിന്നുകൊണ്ടാണെങ്കിലും അത് മനുഷ്യൻ്റെ വികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ നേരത്തെ പറഞ്ഞത് മനുഷ്യൻ്റെ വികാരത്തെക്കുറിച്ചല്ല, ഇതൊരു മോബിൻ്റെ വികാരത്തിനെ ഇളക്കി വിടുകയും ആ മോബിൻ്റെ വികാരം ഇവിടെ നന്നായി കച്ചവടം ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളിടത്താണ് എമ്പുരാൻ്റെ വിജയം, എമ്പുരാൻ്റെ മാർക്കറ്റിംഗ്. അവിടെയാണ് എമ്പുരാൻ ഒരുപക്ഷെ സാധാരണയിൽ താഴെ ഒരുപക്ഷെ ആളുകൾ കണ്ടു പോകാമായിരുന്നൊരു സിനിമയെ ഇത്തരത്തിലൊരു സബ്ജക്റ്റ് ഇതിനകത്തുണ്ട് എന്ന് ബോധപൂർവം ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കോ സാധിക്കുന്നു എന്നുള്ളിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വികാരം, ഇത് വൈകാരികമായി മാറുന്നത്. ഇവിടെയാണ് സെൽഫ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ ഓരോ മനുഷ്യനും അയ്യോ ഞാനിതിനകത്ത് എന്തെങ്കിലും പറയണ്ടേ, ഞാനിതിനകത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ, ഞാനും പങ്കാളിയാവണ്ടേ. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് നമ്മുടെ 50 കോടി, 100 കോടി, 150 കോടി, 200 കോടി. നമ്മൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഈ സാധനം കേൾക്കാൻ ഇടവന്നിട്ടുള്ളത്. 50 കോടി മുടക്കിയ സാധനത്തിനകത്തേക്ക് എന്താണത് ചെയ്യുന്നത് എന്ന് കാണാനുള്ള മലയാളിയുടെ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ, സ്വാഭാവികമായും വലുത് കണ്ടിട്ടില്ലാത്ത, വലുത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയെ വളർത്തുക. അവിടെയാണ് ഈ 50 കോടിയും 100 കോടിയും 200 കോടിയും ആണ് ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ ക്ലബിൽ കയറുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്, അവിടെയാണ് കോൺട്രവേഴ്സി ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു ശരിക്കുള്ള കോടി എന്ന് പറയുന്ന സംഭവവും. അപ്പോൾ ആ ശരിക്കുള്ള കോടി എന്തായിരുന്നു എന്ന് പ്രൊഡ്യൂസേഴ്സ് ഒരു വശത്ത് പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ള മാർക്കറ്റിംഗ് സംഭവിക്കുന്നത്
അത് ഇങ്ങനെ രീതിയിലായിരുന്നു എന്നും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ തന്നെ ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി സംഭവിക്കുമ്പോൾ ഈ 50 കോടി ഒരു കൃത്യമായ മാർക്കറ്റിംഗ് ആണ്, 100 കോടി ഒരു കൃത്യമായ മാർക്കറ്റിംഗ് ആണ്, 200 കോടി കൃത്യമായ മാർക്കറ്റിംഗ് ആണ് എന്ന് തിരിച്ചറിയാവുന്നിടത്താണ് 268 കോടിയോ 270 കോടിക്കടുത്തോ ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്നത് എന്നതും ഞാൻ നേരത്തെ പറഞ്ഞ ഇത് മാർക്കറ്റിംഗ് ആണ്. ഇതിലേക്ക് പേഴ്സണലൈസ്ഡ് ആക്കി, ഈ പേഴ്സണലൈസ്ഡ് ആക്കുമ്പോൾ മൊത്തം മോബ് ഇതിനകത്തേക്ക് വരുന്നു. ഈ മോബ് സൈക്കോളജിയെ കൃത്യമായി വൈകാരികമായി ട്രിഗർ ചെയ്യുന്ന രീതിയിലേക്ക് ജാതി, ഇപ്പം ഒരു വലതുപക്ഷ രാഷ്ട്രീയ സംവിധാനം കേരളത്തിലേക്ക് ഇവിടെ ഇല്ലാത്തതല്ല, പക്ഷേ അത് കാര്യമായി വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടുന്ന ഒരു റെസിസ്റ്റൻസ്, എനിക്ക് തോന്നുന്നു ആ റെസിസ്റ്റൻസ് സിനിമയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട, അത് നല്ലതാണ്, രാഷ്ട്രീയമായി ഇതുപോലെ എല്ലാ സിനിമകളും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ സിനിമയുടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലത് വന്നാൽ ഇവിടെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി കൂടി ഇവിടുത്തെ ജനതയ്ക്കുണ്ട്. ആ ശക്തിയെ രാഷ്ട്രീയപരമായും സാംസ്കാരികമായും ചരിത്രബോധത്തോടെ ഉൾക്കൊള്ളുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ വെക്കുന്ന രാഷ്ട്രീയമെന്ന് ആരോപിക്കപ്പെടുന്ന സാധനത്തിനെ നമുക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാം. പേടിക്കേണ്ടതില്ല, കലയാണ്. സിനിമയെ കാണാൻ ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ പരിമിതമായ ഒരു സംവിധാനത്തിലാണ് എന്നുള്ളതാണ് ഈ ചർച്ചകൾ കാണിക്കുന്നതെന്നാണ് ഒരു പെർഫോമൻസ് റിസർച്ചർ എന്ന രീതിയിൽ ഞാൻ വീണ്ടും പറയുന്നത്, ആർട്ട് പഠിപ്പിക്കുന്ന ആളെന്നുള്ള രീതിയിലും പറയുന്നത്. എന്താണ് കല? കലയെ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്? കലയെ എങ്ങനെയാണ് ജീവിതവുമായി കണക്ട് ചെയ്യേണ്ടത്? കലയെ ജീവിതവുമായി എങ്ങനെയാണ് വ്യത്യസ്തമായി നിർത്തേണ്ടത്? വ്യത്യസ്തമായി നിൽക്കുന്ന ഞാൻ കലയെ കാണുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ വ്യക്തിപരമായ എക്സ്പ്രഷൻസിനെ, എൻ്റെ വ്യക്തിപരമായ ഇമോഷൻസിനെ ഏതോ തരത്തിൽ കണക്ട് ചെയ്യാനോ അതിനെ പർഗേറ്റ് ചെയ്യാനോ അതിനെ സംവദിക്കാനോ ഒക്കെയുള്ള ഒരു ഉപാധിയാണ് കല എന്നും ആ കല എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു നാടിന് അറിയാമായിരുന്ന നാടിന് അറിവില്ലാതായി പോകുമ്പോൾ അത് അപകടകരമായ ഇത്തരത്തിലുള്ള ഡിസ്കഷനിലേക്കും കാര്യങ്ങളിലേക്കും എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു എമ്പുരാൻ സംബന്ധിയായ നിരീക്ഷണം. ഇവിടെ സിനിമ മാത്രമല്ല കല, ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്നത് നാടകങ്ങളുണ്ട്. കഥകളി പോലെയുള്ള നാടകങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ കഥകളിയുണ്ട്. കലാമണ്ഡലത്തിലെ ഏറ്റവും പുതിയൊരു ഇൻ്റർകൾച്ചറൽ പ്രൊജക്റ്റ് ഈ അടുത്ത കാലത്ത് നടന്നു. ഒരു വിദേശ സബ്ജക്റ്റിനെ കഥകളി രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ സംഗീതവും മാജിക്കും ചിത്രകലയും നാടകവും സിനിമയും എല്ലാം കലയാവുകയും അനവധി ഫോക്ക് ആർട്ടുകളും അനവധി ഫോക്ക് ആർട്ടുകളും എല്ലാം കലയാവുകയും ഒരുപക്ഷെ ഫോക്ക് ആർട്ടിനെയൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഒരു രാജ്യത്തിന് അല്ല ഒരു സമൂഹത്തിൻ്റെ സൈക്കോളജിക്കൽ ബാലൻസിന് അതിൻ്റെ സോഷ്യോളജിക്കൽ ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോക്ക് ആർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും ശാസ്ത്രീയമായ പദ്ധതി ഉള്ള ഒരു നാട്ടിൽ ബാലൻസിനെ തെറ്റിക്കുന്ന തരത്തിൽ കലയെ വായിക്കപ്പെടുന്നത് അപകടകരമായ സൂചനയാണ്. ഇത് രാഷ്ട്രീയപരമായി വലിയ അപജയത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളത് രാഷ്ട്രീയ ബോധം ഉള്ള രാഷ്ട്രീയ പഠിതാക്കൾ, കലാപഠിതാക്കൾ, സാംസ്കാരിക പഠിതാക്കൾ എല്ലാവരും നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാധനമാണെന്നുള്ള ഒരു നിരീക്ഷണം ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. ഇതിന് കൂടെ ഒരു കാര്യം കൂടെ, ഇതിൽ ആസ് എ വ്യൂവർ, ആസ് എ ലവർ ഓഫ് സിനിമ, ആസ് എ ആസ്പയറിംഗ് ഫിൽം മേക്കർ ആൻഡ് ആസ് എ person who has been reviewing films for a while and സിനിമ എനിക്ക് എൻ്റെ പൾസാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആളെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എമ്പുരാൻ കണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനം, എനിക്ക് വിഷമം വന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഉള്ള പടം, ആ പടത്തിൽ ഇതുപോലെ എന്താ പറയുക ഒരു ഇനീഷ്യലി ആ മണ്ണെണ്ണ കുപ്പി വന്ന് വീഴുന്ന ഇമേജ് തൊട്ടിട്ട് അങ്ങോട്ട് ഒരു ഇതിലെ വില്ലൻ എന്ന് പറയുന്ന ആൾക്ക് യഥാർത്ഥ പേര് കൊടുത്തത് മുതൽ അങ്ങോട്ടുള്ള എല്ലാം വളരെ പ്ലാൻ ചെയ്തിട്ട് ഒരു മാർക്കറ്റിംഗ് രീതിയിലേക്ക് ഇതിൻ്റെ ആ ഒരു മൊത്തം സ്ട്രാറ്റജിയിൽ ഡേ 1 ഇതായിരിക്കണം, ഡേ 2 ഇതായിരിക്കണം, ഡേ 3 ഇതായിരിക്കണം, അത് കഴിഞ്ഞ് ഇത് ഈ 250 കോടി ക്ലബിലേക്ക് വരെ എത്തിക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളൊരു സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ ഉപയോഗിക്കുമ്പം അവിടെ പൈസ മാത്രമാവുകയും ആർട്ടിന് ഒരു വാല്യൂ ഇല്ലാതിരിക്കുകയും ആർട്ട് ഒരു കത്താർസിസിന് പകരം നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയുള്ള ആർട്ടിന് പകരം
ട്രിഗറിങ് പ്രോസസ്സിലേക്ക് ആർട്ട് എത്തുകയും അവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന സുകുമാരൻ എന്ന് പറയുന്ന നടൻ്റെ മകനായ പൃഥ്വിരാജ് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ പടത്തിൽ, അല്ലെങ്കിൽ മുരളി ഗോപി, ഭരത് ഗോപിയുടെ മകനായ മുരളി ഗോപിയും സിനിമ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ഈ സിനിമ എന്താണ് സംസാരിക്കുന്നത് അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോം, നമ്മളിപ്പോൾ ഇവിടെ ജോൺ അബ്രഹാം മുതൽ പത്മരാജൻ മുതൽ ഋത്വിക് ഘട്ടക് മുതൽ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ആർട്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ട്രാൻസിഷൻസിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പം ഈ പടം ആർട്ട് എന്ന നിലയിൽ ഒരു ഫിലിം വ്യൂവർ എന്ന നിലയിൽ എന്നെ വളരെയധികം ഡിസപ്പോയിൻ്റ് ചെയ്തൊരു പടം കൂടിയാണ്. കാരണം ഈ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് ഒരിക്കലും സിനിമയുടെ ക്രാഫ്റ്റിനെ പറ്റിയോ മേക്കിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റിനെ പറ്റിയോ അതിൽ വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസിനെ പറ്റിയോ ലൈറ്റിങ്ങിനെ പറ്റിയോ എഡിറ്റിങ്ങിനെ പറ്റിയോ യൂസ് ചെയ്ത ലെൻസിനെ പറ്റിയോ ഒന്നുമല്ല. സിനിമ ഇറങ്ങിയ അന്നു മുതൽ, അതുവരെ ഡയറക്ടർ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു, ഡയറക്ടർ മാത്രമേ സംസാരിച്ചു. സിനിമ ഇറങ്ങിയ അന്നു മുതൽ ആളുകൾ മുഴുവൻ സംസാരിച്ചത് ഇതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ തലയിലേക്ക് ഇറക്കി വിട്ട ചില കോൺട്രവേഴ്സീസാണ്. അത് സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്ന സബ്ജക്റ്റാണ്, അകത്ത് നിൽക്കുന്ന സബ്ജക്റ്റേ അല്ല. അപ്പോൾ അത് ഒരു ഫെയിലിയറായിട്ട് ഞാൻ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും മലയാള സിനിമ 268 കോടി നിർമ്മാണ ചെലവ് വരുന്ന സിനിമകൾ എന്ന് പറഞ്ഞു, ഇത് 500 കോടി 600 കോടി 700 കോടിയും 1000 കോടിയും പോവട്ടെ, വലിയ സിനിമകൾ നമുക്കുണ്ടാവട്ടെ. അതിനനുസരിച്ചുള്ള കാമ്പും അതിനനുസരിച്ചുള്ള ഡിസ്കഷനും അതിനനുസരിച്ച് കലയെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുന്ന ഒരു സമൂഹവും ഉണ്ടാവുന്നിടത്താണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഡിസ്കഷൻസും സാർത്ഥകമാകുന്നത്. അപ്പോൾ സിനിമയുടെ ചിലവ് കൂടട്ടെ, വലിയ സിനിമകൾ ഉണ്ടാകട്ടെ, ലോകോത്തര സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടാവട്ടെ, അതിനുള്ള തുടക്കമാവട്ടെ ഈ പറയുന്ന സംഭവങ്ങൾ. ഇതിനു മുമ്പ് ഒരുപാട് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സിനിമകൾ ഉണ്ടായിരുന്നത് ഒന്നും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടുകയോ അതിൽ സെക്ഷുവാലിറ്റി എന്താ പറയുക ലിംഗപരമായ ചർച്ചകൾ ഉണ്ടാകാമായിരുന്നു, സാമൂഹ്യപരമായ ചർച്ചകൾ ഉണ്ടാകാമായിരുന്നു, സാമ്പത്തികപരമായ ചർച്ചകൾ ഉണ്ടാകാമായിരുന്ന വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൃത്യമായി ഇമോഷണലി ജാതിയും മതവും വിശ്വാസവും തൻ്റെ ജനങ്ങളുടെ ഇമോഷനായിട്ട് വലിയ രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നത്, അത് പോപ്പുലറൈസ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലർ ആർട്ടിൻ്റെ ഭാഗമായി ജാതിയും മതവും വിശ്വാസവും വരുമ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ഇമോഷൻസ് അതാവാതിരിക്കട്ടെ. ചർച്ച കലയായിട്ട് കാണാം, സിനിമയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.